നമ്മളിനി സംസ്ഥാനം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന വലിയ പോരാട്ടം നടന്ന വടകരയിലേക്കാണ് പോകുന്നത്. വാശിയേറിയ മത്സരമാണ് വടകരയിൽ നടന്നത്. ഫലവും പ്രവചനാതീതമാണെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രചാരണത്തിലുടനീളം ഉണ്ടാക്കിയ ഓളം വോട്ടാകുമെന്ന് തന്നെയാണ് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. വർഗീയ പ്രചരണങ്ങൾ ഉൾപ്പെടെ തിരിച്ചടിയാകും UDFന് എന്നാണ് LDFും കണക്കുകൂട്ടുന്നത്. VS രഞ്ജിത്ത് ഉണ്ട് വടകരയിൽ നിന്നും വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഷാഫി പറമ്പിലോ KK ശൈലജയോ എന്നത് തന്നെയാണ് ആകാംക്ഷയോടെ വടകരയിൽ ഉറ്റുനോക്കുന്നത്. ആര് വിജയം സ്വന്തമാക്കുമെന്നത് പ്രവചനാതീതവുമാണ്. പക്ഷേ ആരായാലും വലിയ ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. BJP പിടിച്ച വോട്ടുകൾ എത്രത്തോളം നിർണായകമാകും വടകരയിൽ? വിനീത, സംസ്ഥാനത്ത് ഏറ്റവും രാഷ്ട്രീയ ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത്. വടകരയുടെ അടിയൊഴുക്കുകൾ എങ്ങനെ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ കണക്ക് ഒരു മുന്നണിക്കും ഇല്ല എന്നുള്ളതാണ്. കാരണം രണ്ട് മുന്നണികളുടെയും കണക്കിൽ അവർ ജയിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. പല എക്സിറ്റ് പോൾ സർവേകളും പ്രീപോളായി നടന്ന സർവേകളുമൊക്കെ രണ്ടു മുന്നണികൾക്കും പ്രതീക്ഷ പകരുന്ന ഫലങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ഷാഫി പറമ്പിൽ ജയിക്കുമെന്നാണ് ദേശീയ അടിസ്ഥാനത്തിൽ നടന്ന സർവേകളൊക്കെ പറയുന്നത്. എന്നാൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ ചില സർവേകളിൽ KK ശൈലജയ്ക്ക് മുൻതൂക്കം കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് രണ്ടിനും കൃത്യമായ കണക്കുകളും ഉണ്ട് എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ അനുകൂലമായിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, അക്രമ രാഷ്ട്രീയം, ഭരണവിരുദ്ധ വികാരം, ഇത് മൂന്നിനെയും തടഞ്ഞു നിർത്താൻ ഷാഫി എന്ന് പറയുന്ന ഇമേജിന് പുറമെയാണ് ഈ പറയുന്ന മൂന്ന് ഫാക്ടറുകൾ. ഒന്ന് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ്, മറ്റൊന്ന് രണ്ട് ഭരണവിരുദ്ധ വികാരങ്ങൾ, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും എതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, മൂന്ന് വടകരയിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന TP ചന്ദ്രശേഖരന്റെ വധക്കേസ് ഉൾപ്പെടെയുള്ള അക്രമ രാഷ്ട്രീയം, പാനൂരിലെ ബോംബ് സ്ഫോടനം ഉൾപ്പെടെ അവിടെ ചർച്ച ചെയ്തതാണ്. ഈ മൂന്ന് ഫാക്ടറുകൾ ഷാഫി പറമ്പിൽ അനുകൂലമാണ്. ഒപ്പം ഷാഫി എന്ന് പറയുന്ന യൂത്ത് ഐക്കണായിട്ടുള്ള ഒരു നേതാവിൻ്റെ വൈബ്രൻ്റ് ആയിട്ടുള്ള പ്രചാരണ തന്ത്രങ്ങളും അവിടെ വലിയ ചർച്ചയായിരുന്നു. ഈ നാല് ഫാക്ടറുകളെ ടീച്ചറമ്മ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ ശൈലജ ടീച്ചർക്ക് ഉണ്ടായിരുന്ന ടീച്ചറമ്മ എന്ന ഇമേജ്, ഭാവി മുഖ്യമന്ത്രിയായി കേരളം കണ്ട ഒരു വനിത, ഈ നേതാവിനുണ്ടായിട്ടുള്ള ഇമേജ് കൊണ്ട് വേണം ഈ നാല് ഫാക്ടറുകളെ മറികടക്കാൻ എന്നുള്ളതാണ്. CPMന് അവിടെ ഒരു ബേസ് വോട്ടുണ്ട്, അത് ഉറപ്പാണ്. കാരണം വടകര എന്ന് പറയുന്നത് CPMൻ്റെ സംഘടനാ സംവിധാനം അത്രമേൽ ശക്തി ആർജിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ്. അത് നാദാപുരത്താണെങ്കിലും കുറ്റ്യാടിയിലാണെങ്കിലും വടകരയിലാണെങ്കിലും തലശ്ശേരിയിലും കൂത്തുപറമ്പിലും ഒക്കെ CPMൻ്റെ സംഘടനാ സംവിധാനം വളരെ സജീവമാണ്. അപ്പോൾ ആ ബേസ് വോട്ടിനൊപ്പം, CPMനുള്ള ഒരു ബേസ് വോട്ടിനൊപ്പം ടീച്ചറമ്മ ഇഫക്റ്റ് കൊണ്ടുണ്ടാവുന്ന വോട്ട് വളരെ കൂടുതലാണെങ്കിൽ, പ്രത്യേകിച്ച് തലശ്ശേരിയിലും കൂത്തുപറമ്പിലും ഒക്കെ നല്ല വോട്ട് LDF പിടിച്ചാൽ അത് ഷാഫി പറമ്പിലിന് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിൽ രാഷ്ട്രീയ സാഹചര്യവും വോട്ട് കണക്കും എണ്ണിപ്പറഞ്ഞാൽ ഷാഫി പറമ്പിലുണ്ടാക്കിയ ഓളം തന്നെയാണ് വടകരയിൽ ഒരു അല്പം എഡ്ജായി നിൽക്കുന്നത്. പക്ഷേ തലശ്ശേരിയിലും കൂത്തുപറമ്പിലും നല്ല വോട്ട് പിടിച്ച് ശൈലജ ടീച്ചർ CPMൻ്റെ സംഘടനാ സംവിധാനം പൂർണ്ണമായും പ്രവർത്തിക്കുകയും ആ സംഘടനാ വോട്ടുകൾക്കൊപ്പം ടീച്ചറമ്മ എന്നുള്ള എഫക്റ്റിൽ അല്ലെങ്കിൽ ശൈലജ ടീച്ചർക്ക് കിട്ടുന്ന വോട്ട് എത്രത്തോളം ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വടകരയിലെ വോട്ട് കണക്കുകൾ മറയുന്നത്. അതോടൊപ്പം തന്നെ പ്രഫുൽ കൃഷ്ണ എന്ന് പറയുന്ന NDAയുടെ വളരെ കരുത്തനായിട്ടുള്ള യുവ സ്ഥാനാർത്ഥി നേടുന്ന വോട്ടുകളും ഇരു മുന്നണികളെയും ബാധിക്കും. കാരണം അവിടെ പരമ്പരാഗതമായ നായർ വോട്ടുകളൊക്കെ UDFന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ആ വോട്ടുകൾ ഷാഫി പറമ്പിലിന് കിട്ടുമോ, അതോ LDF പിടിക്കുമോ, അതോ ആ വോട്ടുകൾ സമാഹരിക്കാൻ NDAക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. ഈ നായർ, കാരണം മുസ്ലിം കൺസോളിഡേഷൻ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ നായർ വോട്ടുകളുടെ കൺസോളിഡേഷനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഈഴ വോട്ടുകളുടെ കൺസോളിഡേഷനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈഴ വോട്ടുകൾ സ്വാഭാവികമായിട്ടും CPM അനുകൂലമായി കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ നായർ വോട്ടുകൾ എങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യപ്പെടും? അത് പരമ്പരാഗതമായി UDFന് ചെയ്യുന്നവർ UDFന് തന്നെ ചെയ്തോ, അല്ലെങ്കിൽ അത് NDAക്ക് കിട്ടിയോ, അത് ടീച്ചർക്ക് അനുകൂലമായോ എന്നുള്ളത് കൂടി അവിടെ വലിയ പ്രാധാന്യത്തോടു കൂടി ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു ഫാക്ടറാണ്.